ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബൈറ്റ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഷയോമിയുടെ ഒരു ട്രിമ്മറായിട്ടുള്ള MI ബിയേർഡ് ട്രിമ്മറിൻ്റെ ഒരു അൺബോക്സിങ്ങും അതുപോലെ ഒരു കുറച്ച് ദിവസത്തെ ഒരു റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പാക്കറ്റ് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ പൊട്ടിക്കുമ്പോൾ തന്നെ നല്ല മനോഹരമായ ഒരു ബോക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബോക്സിൻ്റെ പുറത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും MI ഷയോമി എന്ന് കാണാം. അതേപോലെ MI ബിയേർഡ് ട്രിമ്മർ IP-X7 വാഷബിൾ ബോഡി, 40 ലെങ്ത് സെറ്റിംഗ്സ്, 90 മിനിറ്റ് കോഡ്ലെസ് യൂസ്, സെൽഫ് ഷാർപ്പനിങ് ബ്ലേഡ്സ്. അതുപോലെ തന്നെ താഴത്ത് നോക്കിക്കഴിഞ്ഞാൽ റെഡ് ഡോട്ട് വിന്നർ 2020, അതുപോലെ ഡിസൈൻ അവാർഡ് 2020 ഈ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നോക്കാം. ഇപ്പോൾ ബാക്ക് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് മോഡൽ നമ്പറും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ബോക്സിനുള്ളിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം MRP 1499 രൂപ എന്ന് എഴുതിയിട്ടുണ്ട്. ഡയമെൻഷൻ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാനുഫാക്ചർഡ് ബൈ, ഇമ്പോർട്ടഡ് ബൈ, അതുപോലെ കസ്റ്റമർ കംപ്ലൈൻറ്റ് കോൺടാക്ട്. അത് ബാംഗ്ലൂരാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയില്ല. എന്തായാലും നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ കേരളത്തിൽ എവിടെയെങ്കിലും സർവീസ് സെൻറ്റർ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഒന്ന് പറയണേ. അപ്പോൾ ഇത് തുറക്കുമ്പോൾ നമുക്ക് വേറൊരു വൈറ്റ് കളർ ബോക്സും പിന്നെ അതേപോലെ നമ്മളൊരു യൂസർ മാനുവലും സ്വാഭാവികമായിട്ട് അതിൻ്റെ ഉള്ളിൽ കാണാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വ്യത്യസ്തങ്ങളായ നല്ല മനോഹരമായ താടികൾ ഡിസൈനുകളായിട്ട് അവർ തന്നിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ താടികൾ അങ്ങനെ ആക്കി മാറ്റാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ സ്വിച്ചുകൾ, അതേപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്ന നോബുകൾ, അതേപോലെ തന്നെ നമ്മുടെ USB കേബിൾ കണക്ട് ചെയ്യുന്നത് എവിടെയാണ്, അതുപോലെ തന്നെ ഒരു പൗച്ച് ഇതിൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നു, അതുപോലെ തന്നെ ഒരു ബ്രഷ് ഉണ്ട് എന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ട്രിമ്മിങ് കോംബ് ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതുപോലെ അത് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അതിൻ്റെ ബ്ലേഡ്, നമ്മുടെ ആ ഒരു ട്രിമ്മിങ് ബ്ലേഡ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, റിമൂവ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഒരു ട്രിമ്മിങ് കോംബ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. അതേപോലെ തന്നെ വേറൊരു ട്രാവൽ ലോക്ക് എന്ന് പറഞ്ഞൊരു സംവിധാനം അതുണ്ട്. അപ്പോൾ അതും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ബാറ്ററിയുടെ കണ്ടീഷൻ മനസ്സിലാക്കാനുള്ള മാർഗ്ഗങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് മൂന്ന് LED ഇൻഡിക്കേറ്ററുകൾ ഇതിൽ അവൈലബിൾ ആണ്. ആ ഒരു LED വെച്ചിട്ട് നമുക്ക് ബാറ്ററിയുടെ പെർസെൻറ്റേജ് നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. ഇതൊക്കെ കറക്റ്റ് അല്ല, ഏകദേശം അപ്രോക്സിമേറ്റ് രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എപ്പോഴാണ് നമ്മൾ ചാർജ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഫുൾ ചാർജ് ആയി മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു LEDകൾ വെച്ചിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് അത് നമുക്ക് ട്രബിൾ ഷൂട്ട് ചെയ്യാൻ പറ്റും, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ പിന്നെ സപ്ലൈ കൊടുക്കേണ്ട ഇൻപുട്ട് കൊടുക്കേണ്ട ഇതും പറഞ്ഞിട്ടുണ്ട്. 5 വോൾട്ട് 2 ആംപിയർ ആണ് നമ്മുടെ ഈ പിന്നെ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ഇൻപുട്ട് സപ്ലൈ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് തന്നെ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ കൂടെ അവർ സെപ്പറേറ്റ് ചാർജറൊന്നും തന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്കിത് തുറന്നു നോക്കാം. തുറന്നു നോക്കുമ്പോൾ ഇതിന് 2 അറകളായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ വലതുഭാഗത്തുള്ള അറയിലാണ് നമ്മുടെ ട്രിമ്മർ ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം ട്രിമ്മർ നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതാ കണ്ടില്ല, ട്രിമ്മറിൻ്റെ കൂടെ തന്നെ ആ ഒരു ട്രിമ്മിങ് കോമ്പും കൂടിയും അതിൽ സെറ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ബ്ലാക്ക് കളർ, ഒരു പിന്നെ ലൈറ്റ് കളറാണ് അതിന് ട്രിമ്മിങ് കോമ്പിന് വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു കളർ പറയുകയാണെങ്കിൽ നല്ലൊരു മാറ്റ് ഫിനിഷാണ്, നല്ലൊരു ലുക്ക് ഉണ്ട്, കാണാൻ അത്യാവശ്യം നല്ലൊരു ക്ലാസി ലുക്ക് തന്നെയാണ്. ഇതിൽ നമ്മളെ ചാർജിങ് കേബിൾ കണക്ട് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗത്തായിട്ടാണ്. കണ്ടില്ലേ, ഒരു പ്രത്യേക രീതിയിലുള്ളൊരു കണക്ടറാണ് ഇതിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 5 വോൾട്ട് 2 ആംപിയർ സപ്ലൈ ആണ് ഇൻപുട്ട് കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ട്രിമ്മർ അത്യാവശ്യം കാണാനും നല്ല ലുക്ക് ഉണ്ട്. അതേപോലെ തന്നെ നമുക്കത് പിടിച്ച് ഉപയോഗിക്കാൻ നല്ലൊരു ഹാൻഡി ഫീൽ തന്നെയാണ് ഉള്ളത്. വലിയ കുഴപ്പമൊന്നുമില്ല, സാധനം ഉഷാറാണ്. ഇനി നമുക്ക് ബോക്സിൽ വേറെ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി അതിൻ്റെ കൂടെ ഒരു ട്രിമ്മിങ് കോമ്പ് കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ വേറെ ഒന്നും കൂടി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ബിഗ് സൈസുള്ള ഒരു സാധനമാണ്, അത് കുറച്ചും കൂടി വലുപ്പം കൂടുതലാണ്. പിന്നെ അതിൻ്റെ കൂടെ അവർ ഒരു പൗച്ച് തന്നിട്ട്, നല്ലൊരു പൗച്ച് തന്നെയാണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ക്ലോത്ത് പോലുള്ള ഒരു പ്രത്യേക നല്ലൊരു ക്വാളിറ്റി സാധനം തന്നെയാണത്. അത്യാവശ്യം നമുക്കിത് ഇനിയിപ്പോൾ നമുക്ക് എപ്പോഴും ഇതിങ്ങനെ പിന്നെ ബോക്സിലിട്ട് നടക്കലൊന്നും നടക്കില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു പൗച്ചിലിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള ചാർജിങ് കേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ സാധാരണ നമ്മുടെ ചാർജറിലൊക്കെ നമുക്ക് കുത്താൻ പറ്റുന്ന രീതിയിലുള്ള USB പിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ സൈഡിൽ നമ്മുടെ ആ ഒരു ട്രിമ്മറിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, ഞാൻ നേരത്തെ പറഞ്ഞില്ല, കറക്റ്റ് വേറൊരു രീതിയിലുള്ള പിന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യമാണ് എനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയത്. ഒന്നുകിൽ അവരൊരു മൈക്രോ USB-യോ അതല്ലെങ്കിൽ നമ്മുടെ ടൈപ്പ് C ടൈപ്പ് പിന്നോ തന്നിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിൻ്റെയോ അല്ലെങ്കിൽ ഏത് ചാർജറോ ഉപയോഗിക്കാമായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ നല്ലൊരു ബ്രഷും തന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു ബ്രഷാണ്, സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു പിന്നെ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചെറിയ രീതിയിൽ ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ബ്രഷും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആ ഒരു ബോക്സിലുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ട്രിമ്മിങ് കോമ്പുകൾ ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കുറച്ച് സൈസ് കൂടുതൽ ഉള്ളതും അതുപോലെ ഒന്ന് ചെറുതുമാണ്. അപ്പോൾ ചെറുതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് അധികം നമുക്ക് ട്രിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ വളരെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ആ വലിയ ആ ഒരു ട്രിമ്മിങ് കോമ്പ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓൺ ചെയ്യുമ്പോൾ തന്നെ 3 LED ഇവിടെ കത്തുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ 3 LED കത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏകദേശം 60% മുകളിലേക്ക് നിങ്ങളുടെ ബാറ്ററി പെർസെൻറ്റേജ് ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്.
പിന്നെ ഇതിൻ്റെ സൗണ്ടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്മൂത്ത് സൗണ്ടൊന്നുമല്ല, അത്യാവശ്യം ഒരു ആവറേജ് സാധാരണ നമ്മുടെ നോർമൽ ട്രിമ്മറിൻ്റെ ഒക്കെ ഒരു സൗണ്ട് ഇത് വരുന്നുണ്ട്, ഭയങ്കര സ്മൂത്ത് ഒന്നുമല്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ ആ ഒരു ട്രിമ്മിങ് കോമ്പ് സിമ്പിളായിട്ട് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഊരിയെടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ആ ഒരു പൊസിഷൻ, നമ്മുടെ ആ ഒരു അഡ്ജസ്റ്റ് ചെയ്യുന്ന പൊസിഷൻ ഏറ്റവും ടോപ്പിലേക്ക് ആക്കിയിട്ട് വേണം ഇത് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോമ്പ് നമുക്ക് ഊരാനും അതുപോലെ തന്നെ സിമ്പിളായിട്ട് തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും. രണ്ട് സൈസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 2 സൈസ് കോമ്പുകൾ അവൈലബിൾ ആണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ഇതിൽ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യേണ്ട പ്രശ്നമേ വരുന്നുള്ളൂ. സിമ്പിളായിട്ട് തന്നെ നമുക്കത് എന്താ പറയുക ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പമില്ല. അതുപോലെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അതായത് 2 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവും. അതേപോലെ തന്നെ അത് 90 മിനിറ്റോളം നമുക്ക് കോഡ്ലെസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ 90 മിനിറ്റ് പറഞ്ഞാൽ ഏകദേശം 1.5 മണിക്കൂർ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 90 മിനിറ്റിൻ്റെ അടുത്ത് ഏകദേശം നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു 1-1.25 മണിക്കൂറോളൊക്കെ നമുക്ക് ഏകദേശം ബാക്കപ്പ് കിട്ടുന്നുണ്ട് എന്ന് തന്നെ പറയാം. പിന്നെ നമുക്ക് നമ്മുടെ ബ്ലേഡ് എങ്ങനെ റിമൂവ് ചെയ്യാം. അപ്പോൾ കുറേ ഉപയോഗിക്കുമ്പോൾ എന്തായാലും നമുക്ക് റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ക്ലീൻ ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് അതിനുള്ളിൽ പിന്നെ മുടിയൊക്കെ അടിഞ്ഞ് കിടന്നിട്ട് പിന്നീട് നമുക്ക് വർക്ക് ചെയ്യാതെ ബുദ്ധിമുട്ടാവും അത്. അപ്പോൾ അത് ടൈറ്റായി നമ്മുടെ മോട്ടറിന് ലോഡ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ലോഡ് വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് നമ്മുടെ മോട്ടറിനും അതുപോലെ ബാറ്ററിക്കും ഒക്കെ കംപ്ലൈൻറ്റുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആ ഒരു തമ്പ് വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്താൽ സിമ്പിളായിട്ട് അത് പിന്നെ ഊരിയെടുക്കാൻ കിട്ടും. ഇപ്പോൾ സാധാരണ ട്രിമ്മറിൻ്റെ കൂടെ ഇപ്പോൾ പാനാസോണിക്കിന് അല്ലെങ്കിൽ മറ്റ് ട്രിമ്മറിൻ്റെ കൂടെയൊക്കെ ഇതുപോലെ ഒരു ഓയിൽ വരാറുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ ഓയിലൊന്നും വന്നിട്ടില്ല. പക്ഷേ ചെറിയ രീതിയിൽ ഓയിലിൻ്റെ ഒരു പിന്നെ ഇത് കാണുന്നുണ്ട് ആ ബ്ലേഡിൽ. അവർ അത് പിന്നെ ജസ്റ്റ് ലൂബ്രിക്കേറ്റ് ചെയ്തിട്ടാണ് തന്നിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ കൂടെ നമുക്ക് പിന്നീട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവർ തന്നിട്ടില്ല എന്തായാലും. അപ്പോൾ തിരിച്ച് നമുക്കിത് ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞാലും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതാ കണ്ടില്ല, അവിടെ സെൻട്രലായിട്ട് കറക്റ്റായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ഒരു സ്പോട്ട് ഉണ്ട്. നമ്മുടെ ആ ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഭാഗം കറക്റ്റായിട്ട് അവിടെ വെച്ചിട്ട് ഇതേപോലെ തിരിച്ചിങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അത് ഫിക്സ് ആവും. അത്രേ ഉള്ളൂ സംഭവം. പിന്നെ ഇതിൻ്റെ ഒരു എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ എന്താ പറയുക ഒരു വാഷബിൾ ബോഡിയാണ് ഇത് വരുന്നത്. അതായത് വാഷബിൾ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ മുക്കി വയ്ക്കാമെന്നല്ല, ഏകദേശം നമുക്ക് ഇതിൻ്റെ പുറംഭാഗമൊക്കെ നമുക്ക് ടാപ്പിൻ്റെ എടുത്ത് വെച്ച് നമുക്ക് പിന്നെ ടാപ്പ് തുറന്നിട്ട് കഴുകി എടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു അടിപൊളി ഫീച്ചർ എന്ന് പറയാൻ പറ്റുന്നത് ഇതിൻ്റെ ട്രാവൽ ലോക്ക് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട് ഇതിൽ. അതായത് ഇത് നമുക്കിപ്പോൾ ട്രാവൽ കണ്ടീഷനിലൊക്കെ നമുക്കിത് ബാഗിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അറിയാതെ ഇത് ഓണായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിതൊരു 3 സെക്കൻഡ് സമയം ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ LED ഇങ്ങനെ ബ്ലിങ്ക് ആവും. അപ്പോൾ അങ്ങനെ ബ്ലിങ്ക് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് ട്രാവൽ ലോക്കിലായി എന്നുള്ളതാണ്. പിന്നീട് നമ്മളിത് ഒരു പ്രാവശ്യം നമ്മൾ നോർമലി ഓൺ ആക്കുന്ന പോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ട്രിമ്മർ ഓൺ ആവില്ല, കാരണം അത് ലോക്കിലാണ്. അപ്പോൾ നമ്മുടെ LED ഇങ്ങനെ ബ്ലിങ്ക് ആവും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ബ്ലിങ്ക് ആയിട്ടുണ്ടെങ്കിൽ അത് ലോക്കിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തിരിച്ച് നമ്മൾ വീണ്ടും ഒരു 3 സെക്കൻഡ് സമയം ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചെങ്കിൽ മാത്രമേ ഇത് അൺലോക്ക് ആവുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഇത് ലഗേജിലൊക്കെ ഇട്ടിട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ നോർമലി നമ്മുടെ ബാഗിലിട്ടിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ഇത് ഫ്ലൈറ്റിലെ ലഗേജ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യുന്ന സമയത്തൊക്കെ ഇത് അറിയാത്ത പ്രസ്സായി കഴിഞ്ഞാൽ, ചെറിയ ഒറ്റ പ്രസ്സൊക്കെ ആയി കഴിഞ്ഞാൽ ഇത് ഓണായി കിടന്നു കഴിഞ്ഞാൽ നമ്മളറിയില്ല. അപ്പോൾ അത് നമ്മുടെ ബാറ്ററിക്കൊക്കെ കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് നല്ലൊരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇത് കുറച്ച് ദിവസങ്ങൾ ഉപയോഗിച്ചതിൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവർ പറയുന്നതിൻ്റെ ഏകദേശം ഒരു 80-90% നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ വേറെ കാര്യം പറയാനുള്ള, ചില ഫിലിപ്സിൻ്റെ ഒക്കെ ട്രിമ്മറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് കോമ്പില്ലാതെ യൂസ് ചെയ്യുമ്പോൾ, അതായത് ഇങ്ങനെ ഇതുപോലെ ബെയറായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിനൊക്കെ എന്താ പറയുക മൂർച്ച കാരണം മുറിവുകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ ഇതിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്ര അങ്ങോട്ട് ഭയങ്കര മൂർച്ച, ഹെവി മൂർച്ചയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് ബെയറായിട്ട് യൂസ് ചെയ്താലും അങ്ങനെ വലിയ മുറിവുകളൊന്നും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഫോണിൻ്റെ ചാർജർ ഉപയോഗിച്ചുകൊണ്ട് ഞാനിതൊന്ന് ചാർജ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എൻ്റെ ചാർജറിലേക്ക് ഇതിൻ്റെ കൂടെ വന്ന ആ ഒരു USB കേബിള് കുത്തിയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്കറിയാം ഇത് DC സപ്ലൈ ആണ് വരുന്നത്. അപ്പോൾ കറക്റ്റ് ഒരു പിന്നെ രീതിയിൽ മാത്രമേ നമുക്കിത് കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലാണ് അവർ ഇത് ചെയ്തിട്ടുള്ളതും. കണ്ടില്ലേ, 2 രീതിയിലാണ്, രണ്ട് രീതിയിൽ നമുക്കിത് പ്ലഗ് ഇൻ ചെയ്യാൻ പറ്റില്ല. കറക്റ്റ് ഒരൊറ്റ രീതിയിൽ മാത്രമേ നമുക്ക് പ്ലഗ് ഇൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ പിന്നെ ബലം പ്രയോഗിച്ച് അങ്ങ് കുത്തി കയറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനുള്ളിൽ എന്തെങ്കിലും സർക്യൂട്ടിനൊക്കെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതാ കണ്ടില്ല, ബ്ലിങ്ക് ആവുമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. 3ാമത്തെ ബ്ലിങ്ക് ആവാണ്. അപ്പോൾ 60% അബോവ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ.
അപ്പോൾ എന്തായാലും ഞാനിത് അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നൊന്നുമില്ല, പക്ഷേ എന്നാലും വലിയൊരു മോശമില്ലാത്തൊരു പെർഫോമൻസ് തന്നെ ഇത് തരുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് തന്നെ തരുന്നുണ്ട്. അത് മാത്രമല്ല നമുക്ക് ആ ഒരു 1-2 ഫീച്ചേഴ്സ്, നല്ല ഫീച്ചേഴ്സും ട്രാവൽ ലോക്കും അതേപോലെ തന്നെ പിന്നെ നമുക്ക് വാഷബിൾ ബോഡി തരുന്നുണ്ട്. അതേപോലെ തന്നെ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ഒരു അവറേജ് വലിയ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് തന്നെയാണ്. 1400 രൂപയാണ് ഇതിന് വില വരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുതിയൊരു മോഡൽ പിന്നെ 1C എന്ന് പറഞ്ഞിട്ടൊരു മോഡലുണ്ട്, കുറച്ചും കൂടി വില കുറഞ്ഞതാണ്. അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇതിൻ്റെ ഒരു ലൈറ്റർ വേർഷനാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിൽ മതി എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു സാധനം ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൊന്ന് പറയാം കേട്ടോ. അതേപോലെ തന്നെ 1C എന്നുള്ള ആ ഒരു മോഡൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അതും അതിൻ്റെ ഒരു റിവ്യൂ കൂടി നിങ്ങൾ കമൻറ്റിൽ പറയണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു അടിപൊളി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.